അപ്പൊ നമ്മള് നീറ്റ് ഒക്കെ അത് ഇതിനകത്തോട്ട് ഇടുക. ഓക്കെ. അപ്പൊ ഇതിനകത്തോട്ട് പച്ചക്കൊക്കെ ഇട്ട് കണ്ടോ, കണ്ടല്ലോ, കണ്ടോ, നല്ല ജീവനുണ്ട് കണ്ടോ. അതിനകത്തോട്ട് ഇടും കുമ്പായത്തിട്ട്. അപ്പൊ നമ്മൾ അടുത്ത് ഇടാൻ പോവാ. ഒരെണ്ണത്തിൽ തന്നെ അല്ലേ ഞാൻ പറഞ്ഞില്ല കറക്റ്റ് കാണിച്ചു തരും എന്ന് പറഞ്ഞേ. ഇതിനകത്തോട്ട് ഇത് ചാകാറായി, ഇത് തീരാറായി. നിങ്ങൾ നേരിട്ട് നോക്കിക്കോ വിഷയല്ലേ. അതിനകത്ത് ഓടി നടക്കുക, ഒരു കുഴപ്പമില്ലല്ലേ. കടലിലെ കക്ക പൊടിച്ച സാധനം നോക്കിയേ. ഇതാണെങ്കിലാണ് നീ നേരത്തെ പറഞ്ഞ സൂക്ഷ്മജീവികള് എല്ലാം ഒന്നും ചത്തുപോകത്തില്ല, ഒന്നും ചത്തുപോകത്തില്ല. നോക്കിയേ, വെറും ലോ അല്ലേ. എന്ന് പറയുമ്പോ 3.5 താഴെയാണ്. ഞാൻ പറഞ്ഞു തന്നെ എത്രയാ പറഞ്ഞേ? 7 പറഞ്ഞ് ഇവിടെ 7 ആണ്. നോക്കിയോ മൊത്തം ഇതേ നമ്മുടെ കണ്ടം മുഴുവൻ നിങ്ങൾ നോക്കിയിട്ടൊന്ന് കാണിക്കണേ. ഇവിടെ 7 ആണ്. ഇതെന്താ സംഭവം? എന്താ ഇത് സംഭവം നമ്മള് പച്ചക്കക്ക നമ്മളിവിടെ നെൽകൃഷിക്ക് വേണ്ടിയാണ് സംഭവം ചെയ്യുന്നത്. ഈ നെൽകൃഷി ഇത് മൊത്തം കായലൊക്കെ കായലൊന്നുമല്ല. ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി കാണിച്ചു തരാം ഇത് എന്നാ സംഭവം എന്നുള്ള സംഭവം. ഒരു പിടിയില്ല. നമ്മള് കലേഷൻ കാണാൻ വന്ന വീട്ടിൽ വന്നോ പറഞ്ഞ് പാടത്താന്ന് പറഞ്ഞു. ഇതെന്താ കിലോ കണക്ക് ചാക്ക് കണക്കാണല്ലോ ഇറക്കണത്. ചാക്ക് കണക്ക്. ഇത് നമ്മള് നമ്മുടെ നെൽകൃഷിക്ക് വേണ്ടിയുള്ള സംഭവം. കലേഷേ, അപ്പോഴേ 5 ഏക്കറാണ് കൃഷി ചെയ്യാൻ പോണത്. നമ്മുടെ ഇവിടെ ഓൾറെഡി ഉള്ള 5 ഏക്കർ കൃഷിയാണ്, നെൽകൃഷിയുള്ള. അപ്പൊ നമ്മളിപ്പം ചെയ്യുന്നത് 1 ഏക്കറിലോട്ടുള്ള കക്കയാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇതെന്തിനാ നമ്മൾ ആദ്യം ഇടുന്നത്? ഇത് നമ്മൾ pH മണ്ണിന്റെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി. pH സ്റ്റെബിലൈസ് ഇപ്പൊ ഒക്കെ നോക്കിയോ 2.5 കൂടുതലില്ല, അത്ര ഉണ്ടാവുള്ളൂ. ആസിഡിറ്റി, പുളി. ഇതിട്ട് കഴിഞ്ഞാൽ എത്രയാവും? ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് 7 ആക്കി നിങ്ങളെ ഞാൻ കാണിച്ചാലോ. 7 ആക്കുന്ന പിന്നെ ഈ സാധനം അപ്പൊ നമുക്ക് ഇപ്പൊ ഇറങ്ങിയിരുന്ന് കാണിക്കാവോ? ഇപ്പോഴത്തെ ചെക്ക് കാണിക്കാവോ? കറക്റ്റ് pH നിങ്ങൾക്ക് കാണോ? നമ്മൾ ഇട്ടില്ലല്ലോ. എന്നാ ഇപ്പൊ കാണിച്ചു തരാം. ഒന്ന് കാണണമല്ലോ. നിങ്ങൾ സംശയമുണ്ട്, ഞാൻ കുത്തി കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മടിയുണ്ടോ എന്റെ കൂടെ വരാനായിട്ട്? അപ്പൊ നിങ്ങളില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടുത്ത് ഞാൻ പിടിക്കുന്നൊന്നുമില്ല. കട്ട് ചെയ്യണ്ട, എടുത്തോ. ഓക്കെ, നമ്മളിതേ നോക്കുന്നു. 5 ലോ ആയി. ലോ കണ്ടോ ഇപ്പൊ എങ്ങനെ? ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് നോക്കിയേ. വെറും ലോ അല്ലേ. ലോ എന്ന് പറയുമ്പോ 3.5 താഴെയാണ്. അതായത് ഈ പാടത്ത് കൃഷി ചെയ്യാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പുളിയല്ലേ, ആസിഡിറ്റി അല്ലേ. എന്റെ മനസ്സിലായില്ലേ? പുളിയാ. ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ കക്ക ഇട്ടില്ലായിരുന്നു. ആ കക്ക ഇട്ടപ്പോഴേക്കും നമ്മൾ ഇനി ഒരു 10 ദിവസം കഴിഞ്ഞ് വരുമ്പോ ഇല്ലേ അവിടെ 7 ആക്കും. ഇപ്പൊ ഈ പറയുന്ന ലോയിൽ നിന്ന് ഈ 7 ഒരു കാര്യം, പ്രേക്ഷകർക്ക് ഒരു സംശയം കാണുമല്ലോ. അടുത്ത കാലത്ത് കുത്തിക്കും, മാറ്റി കുത്തും. നിങ്ങൾ ഇഷ്ടമുള്ളടത്ത് കുത്തിക്കും. കാരണം ലോ നോക്കിയതാണ് ചെളി മണ്ണിൽ ഇത് കണ്ടല്ലോ. ഇത് മുഴുവൻ ഇത് നോക്കി, ഇത് പുളിയാ, മൊത്തം പുളിയാ. പക്ഷെ ഈ പുളി കളയാനാണ് നമ്മൾ പച്ചക്കക്ക ഇടുന്നത്. ഇതാണ് നമ്മൾ pH സ്റ്റെബിലൈസ് ചെയ്യാനുള്ളത്. ഇത് ഫുള്ള് നോക്കിയ പച്ചക്കക്ക പൊടി. പച്ചക്കക്ക എന്ന് പറഞ്ഞാൽ കായില്ലതാ നോക്കി, ആറ് കണ്ടോ? അതല്ല, കടലിലെ കക്ക പൊടിച്ച സാധനം നോക്കിയേ. ഇതാണെങ്കിലാണ് നീ നേരത്തെ പറഞ്ഞ സൂക്ഷ്മജീവികള് എല്ലാം ഒന്നും ചത്തുപോകത്തില്ല. കാരണം നമ്മുടെ മണ്ണിന്റെ pH നല്ലതാണെങ്കിൽ നമുക്ക് ആവശ്യമായ വിളവ് കിട്ടും. സാധനം കണ്ടില്ലേ? അപ്പൊ ആ സാധനമാണ് ഇത് ഇടുന്നത് കണ്ടോ. അതാണ് 4 പേര് ഒരുമിച്ച് എറിഞ്ഞു പോകുന്നുണ്ടോ. ഒരേ രീതിയല്ലേ വരുന്നത്, ഒരേ രീതിയിലാണ് എറിഞ്ഞു പോകുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ണ് അടുപ്പം കാണും അല്ലെ, കണ്ണ് അകലം എന്ന് പറഞ്ഞാൽ നോക്കണം. ഇപ്പൊ ഓരോ വിരിവാണ് അതെ. ഇപ്പൊ അവരെന്നെ വന്ന് മുട്ടി എറിയുന്നത്, അവരപ്പുറത്തും മുട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും മിസ്സിംഗ് ഇല്ല. ഇങ്ങനെ വേണം എറിഞ്ഞു പോകാൻ കേട്ടോ. ഞാൻ ചോദിച്ചോ, നമ്മൾ നീറ്റ് കക്ക ഇടാതെ ഇതിടുമ്പോൾ ഗുണം എന്താണ്? നമ്മൾ നീറ്റ് കക്ക ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ നീറ്റ് കക്ക നമ്മുടെ മണ്ണിനകത്ത് ഇടുമ്പോ നമ്മൾ സൂക്ഷ്മജീവികളെ കാണാറുണ്ട്. അതെ, ചുമ്മാതാ. പക്ഷെ സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൂടുതലായിട്ട് കക്ക പൊടിച്ച്, അതായത് നീറ്റ് കക്ക, ചൂളയിലെ കക്ക ഇടുമ്പോഴേക്കും മണ്ണിരെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ, കൂടുതൽ കണ്ടില്ലേ. പക്ഷെ സൂക്ഷ്മജീവികൾ ധാരാളമായിട്ട് മണ്ണിലുണ്ട്. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട്, പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണാവുന്ന പേരെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഞാൻ നീറ്റ് കക്കായും കൊണ്ടുവന്നിട്ട് പച്ചക്കക്കായും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഏതാ വിജയിക്കുന്നത് നോക്കണമല്ല. ഇത് ആക്ച്വലി ഇത് കർഷകർക്ക് ഒരു സ്റ്റഡി ക്ലാസ് ആണ് ഈ പറയുന്ന വീഡിയോ. അപ്പൊ അതെ, നമ്മുടെ പാടത്തുനിന്ന് എടുത്ത ജീവനുള്ള മണ്ണിര, ഈ മണ്ണിര വെച്ചിട്ടാണ് എന്റെയൊക്കെ പറഞ്ഞത് പച്ചക്കക്കായും ഈ പറയുന്ന കുമ്മായം തമ്മിൽ വ്യത്യാസം കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ നീറ്റ് കക്ക അത് ഇതിനകത്തോട്ട് ഇടുക. ഓക്കെ, ഇതുണ്ടല്ലോ, നമ്മൾ 2 പിടി ഇട്ടേക്കാം. അതാ 2 3 പിടി. ഓക്കെ, ഇതാ ഇതിനകത്തോട്ട് എന്നാ ഇടാൻ പോകുന്നത്? പച്ചക്കക്ക. അത് നിങ്ങൾക്ക് അറിയത് കറക്റ്റ് ആയിട്ട് കുറച്ച് കണ്ടോ ആണല്ലേ. അപ്പൊ ഇതിനകത്തോട്ട് പച്ചക്കക്ക ഇട്ട് കേട്ടോ, കണ്ടല്ലോ. ഇനിയിപ്പം ഇത് ജീവനുള്ള ജീവികൾ തന്നെയാണോ ഒരു സംശയം ഉണ്ട്. ഒന്നിടൊന്ന് കാണിച്ചു ഫ്രെയിം കാണിച്ചു, നല്ല ജീവനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവനെ എടുക്കുവാണ്. എടുത്തിട്ട് നോക്കി ഇതുണ്ടോ, വേണ്ട അത് ഇങ്ങോട്ട് ഇടുക നോക്കി കേട്ടോ. ഇപ്പൊ നേരെ ഇതിനകത്തോട്ട് ഇടുക കേട്ടോ, അതിനകത്തോട്ട് ഇടും കുമ്പായത്തി ഇട്ട്. അപ്പൊ നമ്മൾ അടുത്ത് ഇടാൻ പോവാ. ഒരെണ്ണത്തിൽ തന്നെ അല്ലേ ഞാൻ പറഞ്ഞില്ല കറക്റ്റ് കാണിച്ചു തരും എന്ന് പറഞ്ഞേ.
അതിനകത്തോട്ട് നമ്മുടെ പച്ചക്കക്കയിലോട്ട് ഇട്ട് 2 ലോട്ട് ഇട്ട് 2 ലോട്ട് ഇട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്ക്, ഇതേ ഇപ്പോഴും ഇതേ ഞൊരച്ച് നോക്കിയാണ്ടോ. അതെ, ജീവനുള്ള സാധനം അതിനകത്തോട്ട്. അപ്പൊ ഇതിന് മുമ്പിനുള്ള ഡിഫറൻസ് ആണ് നമുക്കറിയാം. ഇനി എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാൻ പോണത്. അതെന്നാ സംഭവിക്കാൻ പോകുന്ന ഇപ്പൊ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ, അതായിരിക്കും നല്ലത്. ഇത് നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇത് എന്താ സംഭവിക്കാൻ നോക്കാൻ പോണത്. കുറച്ച് സമയം വേണ്ട, 1 മിനിറ്റ് മതിയല്ലോ. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അല്ല, നിങ്ങൾക്ക് ലൈവായിട്ട് ഇത് കാണാം. നോക്കിക്കോ, മണ്ണിന് ചാകാറായി, മൊത്തം പിടച്ച് ഇത് ചാകാറായി. അത് ആക്ച്വലി പെടഞ്ഞ് ഇത് തീരാറായി. നിങ്ങൾ നേരിട്ട് നോക്കിക്കോ വിഷ്വൽ. ഇതേ വേണ്ട, അതിനകത്ത് ഓടി നടക്കുക, ഓടി നടക്കുക, ഒരു കുഴപ്പമില്ലല്ലേ. വേണ്ട, ആ മണ്ണിനെ ഓടി നടക്കുന്ന നോക്കി. ഇതിപ്പോ 1 മാസം ഇതിനകത്ത് ഇട്ട് വെച്ചാലും ഇല്ലേ, ചത്തു പോകത്തില്ല. ഞാൻ ഇതിനകത്തുനിന്ന് എടുക്കുവാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ദേ ചത്തു, റബ്ബർ പോലായി. ഞാൻ തരാടോ. എന്തിനാ നിങ്ങൾ പേടിക്കുന്ന? എന്തിനാ? പിടിച്ചോടോ. പിടിച്ചോ. അല്ല, ദേ പിടിച്ചോ. ദേ കണ്ടോ, ദേ ഈ കൈ കൂടി കാണിക്കും. ഇത് ചത്തുപോയി. ദേ ഇടോ, ദേ ഞൊരച്ച് പോവുകയല്ല. ദേ ഇത് തീർന്നു ചത്തു തുടങ്ങിയത്. ഇപ്പം അല്ല, നിങ്ങളുടെ സംശയം മാറി. ഒരു കാര്യം മനസ്സിലായി, നീറ്റ് കക്കായ അല്ല വേണ്ടത്, ഈ പച്ചക്കക്കയാണ് വേണ്ടത്. മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് 7 കിട്ടും. വളം കുറച്ച് മതി. ഈ 5 ഏക്കർ സ്ഥലത്ത് ഇപ്പൊ കണ്ട ഈ ലോ കലേഷ് 10 ദിവസം കൊണ്ട് 7 ആക്കും. ഉറപ്പാ. ആ 7 ആക്കാൻ വേണ്ടി പച്ചക്കക്ക ഇട്ടിരിക്കുന്നത്. അത് നിങ്ങളെ തെളിയിക്കാം. കറക്റ്റ് തെളിയിക്കാം. നമുക്ക് വർത്താനം വേണ്ട, നമുക്കൊരു 10 ദിവസം കാത്തിരിക്കാം. 10 ദിവസം ശേഷം വന്നിട്ട് ഈ പാടത്ത് നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഈ pH മീറ്ററോട് നമുക്ക് നോക്കാം ഇത് 7 ആയോ എന്നുള്ളത്. ഹലോ കലേഷേ, എന്തായി? 10 ദിവസം ആയല്ല. നമ്മൾ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്നായിരുന്നു പറഞ്ഞു? 10 ദിവസം കഴിഞ്ഞിട്ട് വന്നാല് ആ പറയുന്ന ലോ pH ഇവിടെ 7.5 കാണിച്ചു, 7 മേലിൽ കാണിച്ചിരുന്ന പറഞ്ഞത്. തീർച്ചയായിട്ടും 10 ദിവസം ആയില്ലേ? നമുക്ക് നോക്കിയാലോ? നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഇഷ്ടമുള്ളത് കുത്തുള്ളൂ. കറക്റ്റ് pH എന്നോട് പറയണം. തീർച്ചയായും പ്രേക്ഷകരെ കാണിക്കണം. നമ്മൾ കുത്തു നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയപ്പോ എത്ര ഉണ്ടെന്ന് അറിയാലോ. ലോ ആയിരുന്നേ. 10 ദിവസം കുത്താൻ പോയാണ്. കുത്തിക്കോ, നോക്കിയേ. ദാ ഈ സംഭവം ഇപ്പൊ എന്നാ പറയുന്നത്? ഇപ്പൊ എന്താ നിങ്ങൾ പറയുന്നോടെ പറ. ഇതിന്റെ കറക്റ്റ് പറ. ഇപ്പം ഇത് നിങ്ങൾ തന്നെ കണ്ടാ പോരാ, പ്രേക്ഷകരെ കൂടെ കാണിക്കും. അതെ, എനിക്കൊന്നും പറയാനില്ല. അവിടെ വെച്ചിരിക്കുവല്ലേ? കാണിച്ചുതരാം. ഇത് കണ്ട, ഞാൻ പറഞ്ഞു തന്നെ എത്രയാ പറഞ്ഞേ? 7 പറഞ്ഞ് ഇവിടെ 7 ആണ്. നോക്കിയോ, മൊത്തം ഇതേ നമ്മുടെ കണ്ടം മുഴുവൻ നിങ്ങൾ നോക്കിയിട്ടൊന്ന് കാണിക്കണേ. ഇവിടെ 7 ആണ്. കറക്റ്റ് 7 ആണോ? നോക്ക്, 7 എവിടെ വെക്കിയാലും 7 തന്നെ. കറക്റ്റ് ആണോ? നോക്കിയാ ഫ്രെയിം കാണിച്ചു. അതായത് അപ്പൊ ഒരു സംശയം എനിക്ക് എന്നാ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ കുത്തിയപ്പോ 7 കാണിച്ചു. എനിക്ക് സംശയം, അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ പാടം ഇതുപോലെയാണ് സംശയമുണ്ട്. എനിക്ക് അപ്പുറത്തെ പാടം കുത്തി നോക്കണം. നമ്മളിപ്പം വേറെ വരമ്പ് കഴിഞ്ഞ് അടുത്ത പറമ്പിലോട്ട് ഇറങ്ങിയാണ്. പറമ്പിനെ കുത്തി കട്ട് ചെയ്യാ, നിന്റെ ഫ്രെയിമിൽ തന്നെ കുത്തിക്കോ. ആ pH ഒന്ന് പറയണേ. ലോ ദേ നോക്കിയതേ രഞ്ജിത്ത്, ലോ വന്ന് പറ. ലോ അതായത് ഈ വരമ്പിന് അപ്പുറത്ത് 7 കിട്ടുമ്പം ഈ വരമ്പിന് ഇപ്പുറത്ത് ഇപ്പോഴും ലോയാണ്. ഒന്നുമില്ല, ഭയങ്കര പുളിയാണ്. അതിനാണ് നമ്മൾ പച്ചക്കക്ക ഇട്ട് കൊടുത്തത്. ആ ഒരു പച്ചക്കക്ക കൊണ്ടുണ്ടായ ഒരു എഫക്റ്റ് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പച്ചക്കക്ക നോക്കിയേ, pH ബൂസ്റ്റർ കണ്ടോ? ഇതാണ് നമ്മുടെ വീട്ടിൽ അത്രയും വിളവ് തന്നതും. ഇപ്പൊ നമ്മൾ ഈ 5 ഏക്കറിൽ ഈ pH 7 എത്ര പെട്ടെന്ന് 10 ദിവസം കൊണ്ട് വെറും 10 ദിവസം കൊണ്ട് 5 ഏക്കർ പാടമാണ് pH 7 ആക്കി. ഏകദേശം നിങ്ങൾ എന്റെ കൂടെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കണ്ടത്തിൽ കൂടെ നടന്നാൽ ആ വെള്ളം ഇങ്ങനെ. സാധാരണ എല്ലാ കർഷകർക്കും അറിയാവുന്ന ഒരു പ്രശ്നമാണ്, കണ്ടത്തിൽ ഒരാൾ ഇറങ്ങിയോ അവന്റെ നഖത്തെ പുളിയായിരിക്കും. ഒരു സംശയം കൂടി ചോദിക്കും, ഇത്ര നേരം എൻ്റെ കൂടെ എന്റെ കണ്ടത്തിൽ കൂടെ ആണ് നടന്നത്. അതെ, ഈ ഒരു നഖത്തെ ഒരു പുളിയുടെ അംശം കാണിക്കാൻ നോക്കുമോ? ഇല്ലാകത്തില്ല. കാരണം സാധാരണ രീതി കണ്ടത്തിൽ പുളി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം 1/2 മണിക്കൂർ ഇറങ്ങി നടക്കുമ്പോൾ കാലം മുഴുവൻ പുളിയായിരിക്കും. പക്ഷേ ഇത് ശകലം പോലും പുളിയില്ല. ഞാനൊരു കർഷകനാണ്. അതുപോലെ എന്തുമാത്രം ഇവിടെ എനിക്ക് തോന്നുന്നു 4.5 ലക്ഷമോളം ഏക്കറുള്ള കായലുകളാണ്. പല കായലുകളുണ്ട്, ഒരുപാട് കായലുകളുണ്ട്. അപ്പം ഇതെല്ലാവർക്കും ഫലപ്രദമാകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോയിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തെങ്കിലും നല്ലത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കർഷകനാണ്, കുട്ടനാട്ടിലെ കർഷകനാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കലേഷിനൊപ്പം വേറെ എവിടെ നിന്ന് കാണാം. അതുവരെ ഓക്കെ, ബൈ.